ഹർഷന, ഈ സംഭവം കൂടി ഹർഷന അറിഞ്ഞിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആദ്യ പ്രതികരണം എങ്ങനെയാണ്? ഇത് ഇപ്പൊ നിരന്തരം എന്താ പറയാ തുടക്കതയായിട്ട് ഉണ്ട് എന്നാ പറയാ മെഡിക്കൽ കോളേജിൽ തന്നെ. പിന്നെ എന്താ പറയാ ഇനി ഉത്തരവാദിത്തപ്പെട്ടവർ, അതായത് അതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടവർ പോലും അവസാനം വാദി പ്രതിയാകുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. ഞാൻ എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള പറയുന്നത്. ഇത്രയും വലിയൊരു സംഭവം സംഭവിച്ചിട്ട് പോലും ഹസീനന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആദ്യം ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രി അടക്കം വരുന്നുണ്ട്, വനിതാ കമ്മീഷൻ വരുന്നുണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നുണ്ട്. അതൊക്കെ ആദ്യത്തിലുള്ള ഒരു പ്രഹസനം മാത്രമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളൂ. കാരണം നമ്മളൊരു നീതിയിലേക്ക് ഇതുവരെ ഇത്ര 2 വർഷത്തോളം ആയിട്ടും ഇതുവരെ എത്തിയിട്ടില്ല. അർച്ചന, മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പോൾ ഈ കുടുംബത്തെ, കുട്ടിയുടെ കുടുംബവും ഈ പരാതിയിൽ നിന്ന് അവർ പിൻവാങ്ങുകയാണ്, അല്ലെങ്കിൽ അവർ മുന്നോട്ട് പോകുന്നില്ല എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തും. കാരണം അവരോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് സൂപ്രണ്ട്. അതുകൊണ്ട് അങ്ങനെ, അതായത് ഏതെങ്കിലും തരത്തിൽ ഈ പരാതിപ്പെടുന്നവരെ അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടായിരിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കുടുംബം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതാണ് ഹർഷിനി കരുതുന്നത്? അവര് മാപ്പ് പറയാൻ തയ്യാറാവാന്ന് പറയുന്നത് തന്നെ എന്റെ ഒരു അനുഭവത്തിൽ സത്യം പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. നമ്മളൊക്കെ കാര്യത്തില് നമ്മൾ അവഗണിച്ച് വിട്ടിട്ട് ഇത് ഇവിടെ നിന്നല്ല എവിടെ നിന്നാന്ന് നമ്മൾ തെളിയിച്ച് വരേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. ഇത് നേരിട്ടായതുകൊണ്ട് അവര് ഞങ്ങളെ കയ്യിൽ തെറ്റ് പറ്റിയെന്ന് പറയുന്നത് തന്നെ ഒരു നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ്. അതിനൊരു പരാതി ഇല്ലാതെ പോവാന്നറിയുമ്പോൾ ഇനിയും തുടർക്കഥകളാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തരുത്. ഇത് ബാക്കി ഇനിയുള്ളവർക്ക് ഒരു പേടി വേണം. നമ്മളൊരു ജീവൻ അല്ലെ, ചെറിയൊരു 4 വയസ്സുകാരി മോളെ കാര്യമാണല്ലോ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. നമ്മളാണ് ഒരു അനസ്തേഷ്യ തന്നിട്ട് ഒരു സർജറി ടേബിളിൽ ഒരു മനുഷ്യന്റെ ശരീരം വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവനാണ് അവരെ മുന്നിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അത്രയും ശ്രദ്ധയില്ലായ്മയോടുകൂടി കൈകാര്യം ചെയ്യാന്ന് പറയുമ്പോൾ ഏത് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാല് സാധാരണ മനുഷ്യന്മാരാണ്. പക്ഷേ ഈ ശ്രദ്ധയില്ലായ്മയിൽ നിന്ന് അതിനൊരു മാറ്റം അവർക്ക് വരുന്നത്. അവർ കൂടുതൽ ശ്രദ്ധയോടുകൂടി കാര്യത്തിലേക്ക് നിൽക്കേണ്ടതുണ്ട്. സർജറി ടേബിളിന് മുന്നിൽ വരുമ്പം ഇതൊരു മനുഷ്യനാണ്, ഒരു മനുഷ്യ ജീവനാണ്. ഇത് മാറിപ്പോയി എന്നാണല്ലോ ഇപ്പൊ അവര് പറഞ്ഞിട്ടുള്ളത്. ആ കുട്ടീന്റെ കാര്യത്തിലാണെങ്കിൽ പോലും. എന്റെ കാര്യത്തിലാണ് ഒരു ആർട്ടറി ഫോർസസ് ഇത്രയും വലിയൊരു സാധനം വയറിൽ വെച്ചിട്ട് മറന്നു പോവാന്നൊക്കെ പറയുമ്പോൾ അത് ചെറിയൊരു അശ്രദ്ധയല്ല, അത് അത്രയും വലിയ ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ ഒരു ജീവൻ ഇനിയിപ്പോ വേറൊരു കാര്യത്തിൽ ഒരു അവരൊക്കെ പറയുന്നത് പോലെ തന്നെ ഇപ്പൊ ഒരു വയറിനുള്ളത് തലക്ക് ചെയ്തു പോവാ, അല്ലെ തലക്കുള്ള വേറെ എന്തെങ്കിലും ചെയ്തു പോവാണ്. അപ്പൊ കഴിഞ്ഞ മുന്നേ ഒന്ന് സംഭവിച്ചു, ഒരു കാല് മാറിയിട്ട് വേറൊരു കാലിന് ചെയ്തത്. അങ്ങനെ പല രൂപത്തിൽ വേറെ വേറെ മാറി മാറി ചെയ്തു പോവാന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം കെയർലെസ് ആയിട്ടാണ് ഇവർ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം എന്തായാലും ഈ ഒരു ഡോക്ടേഴ്സിനെ മൊത്തത്തിൽ നമ്മൾ എന്തായാലും കുറ്റം പറയുന്നൊന്നുമില്ല. ഇത്തരം അശ്രദ്ധയോട് കൂടിയുള്ള ഒരു കാര്യത്തിൽ അതാണ് ഹർഷന പറയും പോലെ ഡോക്ടർമാരെയോ അല്ലെങ്കിൽ പൂർണ്ണമായ ആരോഗ്യവകുപ്പിനെയോ നമ്മൾ പൂർണ്ണമായും അടച്ചാക്ഷേപിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലുള്ള ആശുപത്രിയിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വരെ വലിയ വിശ്വാസത്തോടു കൂടി അങ്ങോട്ടേക്ക് വരുന്ന ഒരു ആശുപത്രിയാണ്. അവിടെ ഇത്രയും നിസ്സാര മനോഭാവത്തോടെ, അല്ലെങ്കിൽ അത്ര പെട്ടെന്നൊക്കെ രോഗിയുടെ പേര് മാറിപ്പോയി അല്ലെങ്കിൽ അസുഖം മാറിപ്പോയി തരത്തിലൊക്കെ ഉള്ള ഒരു സമീപനം ഡോക്ടർമാരിൽ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് അവിടെ. തീർച്ചയായിട്ടും ഒരു കുറച്ചുകൂടെ ശ്രദ്ധയോട് കൂടി കൈകാര്യം ചെയ്യുന്ന മേഖലയാണെന്നുള്ളത് ഈ ആരായാലും ആരോഗ്യ മേഖലയിലുള്ളവര് ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവനാണ് ഇത് നിങ്ങളെ മുന്നിൽ വരുന്നതെന്നുള്ളൊരു ശ്രദ്ധ വേണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയാനുള്ളത്. പിന്നെ ഇതൊരു തുടർക്കഥയാവുന്നു നമുക്ക് പറയാം. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇനി വലിയ വലിയ കാര്യങ്ങൾ പോലും ഇതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടടുത്ത് അതിനൊരു കൃത്യമായ ഒരു നീതി ഉറപ്പാക്കുന്നില്ല എന്നുള്ളത് കൂടി ഇതൊരു അത്രയൊക്കെ മതി എന്നുള്ളൊരു മനോഭാവം അങ്ങനെയുള്ള ആരോഗ്യ പ്രവർത്തകരിൽ ഉണ്ടാവുന്നുണ്ടോ എന്ന് കൂടിയുള്ളത് നമുക്ക് നമ്മളെ അനുഭവത്തിൽ നിന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഈ ഒരു വാർത്തകൾ വരുമ്പോഴൊക്കെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വന്നിട്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം, ഇപ്പൊ ആരോഗ്യവകുപ്പ് കേസെടുക്കും, കുറച്ച് കഴിയുമ്പോൾ ഓരോന്ന് വരും എന്നല്ലാതെ ഇതിനൊരു പൂർണ്ണ പരിഹാരത്തിലേക്കോ ഇതൊരു ആരാണോ തെറ്റ് ചെയ്യുന്നവർക്ക് അതിനുള്ളൊരു ശിക്ഷയായിട്ടോ അല്ലെങ്കിൽ ഇത് തെറ്റ് എന്താ പറയാ ഇതിന് ഇരയാവുന്നവർക്ക് അതിനുള്ള ഒരു നീതിയോ ഉറപ്പാകുന്നില്ല എന്നുള്ള കൂടെ ഭയങ്കരമായി നമുക്ക് എന്താ പറയാ മനസ്സിന് ഒരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഹർഷനെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, ആ സമയത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, ഒപ്പം ചേരാനും പിന്തുണ പ്രഖ്യാപിക്കാൻ, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനൊക്കെ ആളുകൾ ഉണ്ടാകുന്നു, നടപടി ഉണ്ടാകുന്നു പറയുന്നു. പക്ഷെ പിന്നീട് ഇരയാക്കപ്പെടുന്ന ആരാണ് അവർ ഒറ്റയ്ക്കാവുകയും മറ്റാരും കൂടെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് തന്നെ എത്തും. ഇപ്പോൾ ഒരുപക്ഷെ ഈ കുടുംബവും മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ? ഒരുപാട് ആളുകൾ, ഞാൻ പോലും സമരത്തിലിരിക്കുമ്പോൾ ഇതേ ഡയലോഗുമായിട്ട് വന്നിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി അടക്കം നേരിട്ട് വന്ന അനുഭവമാണ് എനിക്കുള്ളത്. എന്നിട്ട് ഇപ്പൊ എല്ലാവരും മൗനത്തിലാണ്. അപ്പം
അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നില്ല. നമ്മൾക്ക് നമ്മളെ കൂടെ നിന്നവരൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇതിന്റെ കൂടെ ഇത് ഒരു വാർത്ത വരുമ്പോ ഞാൻ ആരോഗ്യ വകുപ്പ് കൊണ്ട് നേരിട്ട് വന്ന് ഉറപ്പ് വന്ന കാര്യമാണ് നമ്മളെ കാര്യത്തിൽ. വനിതാ കമ്മീഷൻ ഇടപെട്ടു, മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു. ഇതൊക്കെ കാണുമ്പോൾ സാധാരണക്കാർ വിചാരിക്കും ഇന്നോ നാളെയോ പരിഹാരമായി നമ്മളെ പ്രശ്നങ്ങളൊക്കെ എത്ര പെട്ടെന്ന് തീരും എന്നുള്ളതാ. ഇത് വർഷങ്ങൾ എടുത്താലും ഇതിനൊരു പരിഹാരം ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ പുറകെ പോവാന്നുള്ളത് വലിയൊരു വലിയൊരു പ്രയാസം ആയതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ അവിടെ നിർത്തിയിട്ട് പോകുന്നതും. ഇത് ബാക്കി പുറത്ത് വരുന്നവർക്ക് ഒരു പ്രോത്സാഹനമായി മാറുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിനൊന്നും പോയിട്ട് കാര്യമില്ല. ഗവൺമെന്റിനോടോ ആരോഗ്യവകുപ്പിനോട് അല്ല വലിയ വലിയ ആളുകളോട് കളിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രൂപത്തിലേക്കുള്ള മനോഭാവത്തിലേക്കാണ് സാധാരണക്കാരായ ആളുകൾ എത്തിപ്പെടുന്നത് എന്നുള്ളതാണ്.